മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം കരുണയാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയതുപോലെ ദുർഗയോട് പറയുന്നുണ്ട്, കണ്ടില്ല അമ്മേ അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇവിടെ നമുക്ക് ആർക്കും ഒരധികാരവും ഇല്ല അവകാശവും. അയാൾ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് തന്നെയല്ലേ പറഞ്ഞ്, പിന്നെയും എന്തിനാ അമ്മയൊക്കെ ഇവിടെ നാണം കെട്ടി കിടക്കണം. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാ, എന്തായാലും എനിക്ക് ഈ ദേഷ്യം എവിടെയെങ്കിലും തീർത്തേ പറ്റൂ. മോളിതിപ്പോൾ ആരോട് തീർക്കാനാന്ന് ചോദിക്കുമ്പം അമ്മയുടെ മോൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ അയാളോട് തന്നെ. അയാൾ എന്തിനാ ഇങ്ങനെ ആണായിട്ട് ജീവിക്കണമെന്ന് ചോദിച്ച് ഉണ്ണീൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനായിട്ട് കരുണ മേളിലോട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ദുർഗയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. കരുണയുടെ പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെടണില്ലെങ്കിലും കരുണയോട് എതിർത്തൊന്നും പറയാനുള്ള ധൈര്യം നമ്മുടെ ദുർഗയ്ക്കില്ല. പിന്നീട് കരുണ റൂമിലോട്ട് ചെല്ലണ സമയത്ത് ഉണ്ണിയാണെങ്കിൽ നല്ലോണം കിടന്ന് ഉറങ്ങണതാണ് കാണുന്നത്. കരുണ വേഗം തന്നെ ഉണ്ണീനെ ഇങ്ങനെ കുലുക്കി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി കരുണ തുറന്നിട്ട്, എന്താ കരുണ, നിനക്ക് എന്താ പറ്റിയ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളിവിടെ കിടന്ന് പോത്ത് പോലെ ഉറങ്ങിക്കോ, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിങ്ങളുടെ ചേട്ടനും അവളും കൂടെ കൂടി ഇപ്പോൾ മൂന്നാറിന് ടൂറ് പോയേക്കുക. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് കരുണ ഈ പറയണേ, എഴുന്നേറ്റ് നടക്കാതെ വയ്യാത്ത കണ്ണേട്ടൻ ടൂറ് പോയിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പം, അതിനല്ലേ അവരുടെ കൂട്ടുകാരുള്ളത്, അനന്തവും ലേഖയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, എന്തായാലും അവരിനി 2-3 ദിവസം മൂന്നാറിൽ നടന്ന് അടിച്ചു പൊളിച്ചിട്ടേ വരുള്ളൂ. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തടിച്ചു പൊളിച്ച് നടന്നാലും അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇതും പറഞ്ഞിങ്ങനെ ടെൻഷനാവണേന്ന് ചോദിക്കുമ്പം, പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലാണ്ടിരിക്കുമോ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇതുവരെ ഉണ്ണിയേട്ടൻ എന്നെ ഒരു ടൂറ് കൊണ്ടുപോയിട്ടുണ്ടോ, എന്തായാലും ഞാനിനി ഇവിടെ നിൽക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് ഡൈവോഴ്സ് പെറ്റീഷന് അപേക്ഷിക്കണം, ഉണ്ണിയേട്ടനും ഒരുമിച്ച് വരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡൈവോഴ്സ് വാങ്ങിക്കൊണ്ട് പിരിയാമെന്ന്. അത് കേട്ടത് ഉണ്ണിക്കാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി കരുണയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് കരുണ ഈ പറയണേ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞതാ കുഴപ്പം, നിങ്ങൾ കാണിക്കണതല്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ നേരെ പോകുന്നത് തോമസ് ഡോക്ടറുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നിറങ്ങിയതും തോമസ് ഡോക്ടർ മഹാലക്ഷ്മിനെയും കണ്ണനെയും കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയുണ്ട് കണ്ണ വിശേഷം എന്ന് ചോദിക്കുമ്പം, വിശേഷമൊന്നുമില്ല ഡോക്ടറെ, എന്തായാലും ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരുന്നു. ആ സമയം തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാന്ന് ചോദിക്കുമ്പോൾ, മൂന്നാറിന് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. പിന്നെ കണ്ണൻ്റെ ബന്ധുക്കളൊക്കെ എന്ത് പറയണമെന്ന് ചോദിക്കുമ്പം, എന്നെ കണ്ടതോടുകൂടി അവരുടെ എല്ലാ സന്തോഷവും പോയി, ഞാൻ മരിച്ചു, എൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ കൊണ്ടുവന്ന് വിചാരിച്ച് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ രണ്ടാനമ്മയും അനിയനും ആ മേഘനും എല്ലാവരും എന്നെ കണ്ടതോടുകൂടി അവരുടെ സന്തോഷമെല്ലാം പോയി മറിഞ്ഞു. ഇനിയിപ്പോൾ അവർ അടുത്ത പ്ലാൻ ഒരുക്കുമായിരിക്കും. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും അവരുടെ മുന്നിൽ കണ്ണൻ ഇപ്പോഴും വീൽ ചെയറിൽ തന്നെയാണെന്നേ കാണിക്കാവുള്ളൂ, ഒരു കാരണവശാലും കണ്ണൻ നടന്നു തുടങ്ങിയെന്ന് അവരെ അറിയരുതെന്ന്. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതുകൊണ്ടുകൂടിയ ഞങ്ങളിപ്പോൾ ടൂറ് പോകുന്നത്, അവിടെ ചെല്ലുമ്പം കണ്ണേട്ടനെ അറിയില്ലാത്ത ആളുകളല്ലേ അവിടെ ഉള്ളത്, അപ്പം കണ്ണേട്ടന് സ്വാതന്ത്ര്യമായിട്ട് നടക്കാമല്ലോ, ഇവിടെ കണ്ണേട്ടന് സ്വാതന്ത്ര്യമായിട്ട് ഒരിടത്തും നടക്കാൻ പറ്റില്ല, കണ്ണേട്ടനൊന്ന് നടക്കണമെങ്കിൽ തന്നെ റൂം അടച്ച് കുറ്റിയിടേണ്ട അവസ്ഥയാണെന്ന്. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഇതോടുകൂടി നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്, ഇനി അടുത്ത ഈ വർഷം നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടാവണമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങളുടെയും ആഗ്രഹം അത് തന്നെയാണ് സാറേ, എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നുല്ലോ, അപ്പം അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുമായിരിക്കും, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും തോമസ് ഡോക്ടറോട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് അവർ നേരെ പോകുന്നത് മഞ്ജുവിൻ്റെ വീട്ടിലോട്ടാണ്. ഈ സമയത്ത് മഞ്ജു സാഗറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കുമോ, കണ്ണേട്ടനും മേടത്തിയും ഇന്നല്ലേ മൂന്നാറിന് ട്രിപ്പ് പോണത്, അതും കൂടി കണ്ടു കഴിയുമ്പം കരുണേടത്തിക്ക് ശരിക്കും ഭ്രാന്തളകും, മിക്കവാറും ഉണ്ണിയേട്ടനെ കൊന്നിട്ട് കരുണേടത്തി പോകാൻ സാധ്യതയുണ്ടെന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അത് മഞ്ജു പറഞ്ഞത് നേരെ, ആ കരുണയ്ക്ക് അത്രയ്ക്കും ദുഷിച്ച മനസ്സാ, എങ്ങനെ കരുണ ആ മഹാലക്ഷ്മിയുടെ അനുജത്തിയായിട്ട് വന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഏടത്തിക്ക് ഏടത്തിയുടെ അമ്മയുടെ സ്വഭാവം, കരുണേടത്തിക്കാണെങ്കിൽ കരുണേടത്തിയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെ സ്വഭാവം, അവരൊക്കെ ദുഷ്ട മനസ്സുള്ളവരാ, അതുമാത്രമല്ല അവർ രണ്ടുപേരും കരുണേടത്തിയെ ഈ ഒരു രീതിയിലാണ് വളർത്തിക്കൊണ്ട് വന്നതും, അതുകൊണ്ട് കരുണേടത്തിയുടെ സ്വഭാവമൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ വന്നു കയറി വീട്ടിൽ എൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും എല്ലാം അതേ സ്വഭാവക്കാർ തന്നെയല്ലേ, അതുകൊണ്ടാണ് കരുണേടത്തിക്ക് ഇത്ര ദുഷിച്ച മനസ്സായി പോയത്, എന്തായാലും ഏട്ടനും ഏട്ടത്തിയും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന്. അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ഒച്ച കേട്ടതും ഏട്ടൻ വന്നു എന്നാ തോന്നണേന്നും പറഞ്ഞ് മഞ്ജു വേഗം എഴുന്നേറ്റ് വരുന്നുണ്ട്, കൂടെ സാഗറും വരുന്നുണ്ട്. ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പം മഞ്ജു പറയുന്നുണ്ട്, ഏട്ടനിങ്ങനെ പരസ്യമായിട്ട് നടക്കല്ലേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം, അതിനിവിടെ ആരാ മോളെ കാണാനുള്ളത്, എന്തായാലും
ഇങ്ങനെയുള്ളിടത്തൊക്കെ വരുമ്പോഴല്ലേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നും പറഞ്ഞ് ഈ മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ മഞ്ജുവും സാഗറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മേഘന് മനസ്സിലാകുമെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്തായാലും അവൻ ഇന്ന് തന്നെ ആസ്പത്രിയിൽ പോയി അവിടെ കിടക്കണത് ആരാന്ന് നോക്കൂന്നാണ് തോന്നണേ. അതിന് വേണ്ട ഏർപ്പാടൊക്കെ മാർക്കോ ചെയ്തിട്ടുണ്ട്. എന്തായാലും മാർക്കോയും അവിടെ പോയി അയാളെ ഒന്ന് കാണണ്ടെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ സാറ് നടക്കണ വിവരം അയാൾക്കറിയാം, അയാൾ സംസാരിക്കുമെങ്കിൽ ആ വിവരം എന്തായാലും മേഘനറിയും. പിന്നെ കണ്ണൻ സാറിൻ്റെ ശത്രുക്കൾ അറിയാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അതെങ്ങനെയും തടയണം കണ്ണൻ സാറേ എന്ന് പറയുമ്പം അത് ഞാൻ മാർക്കോയോട് പറഞ്ഞിട്ടുണ്ട്. മാർക്കോ അതിന് വേണ്ടിയിട്ട് ഇന്ന് അയാളെ ആസ്പത്രിയിൽ പോയി കാണാമെന്നാണ് പറഞ്ഞേക്കണേ. അവൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് പറഞ്ഞത്. അവനക്ക് സംസാരിക്കാനൊന്നും നിലവിൽ പറ്റില്ല, അതുകൊണ്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും മാർക്കോയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. മാർക്കോ ഇന്ന് തന്നെ ആസ്പത്രിയിൽ പോയി അയാളെ കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അയാൾ പറഞ്ഞ് കണ്ണേട്ടൻ നടക്കണ വിവരം എല്ലാവരും അറിഞ്ഞാലും കുഴപ്പമില്ല കണ്ണേട്ട, എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം, നമ്മൾ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയാണ്. കരുണയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ദുർഗ സാവകാശം കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മോള് ഭക്ഷണമൊന്നും കഴിക്കണില്ല എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും വേണ്ട അമ്മേ, എനിക്ക് വിശക്കണമില്ല, ഇനിയിപ്പോൾ കഴിക്കണേ എന്തിനാ, എൻ്റെ ജീവിതം പോയില്ലേ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മോൾ ഇങ്ങനെ നിരാശപ്പെടാതെ, അവരെന്തായാലും ഹൈ റേഞ്ചിലേക്കല്ലേ പോയിരിക്കുന്നത്, ആ പോണ വഴിക്ക് ഏതെങ്കിലും കൊക്കയിലേക്ക് അവരുടെ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവനോടെ തിരിച്ചു വരില്ലല്ലോ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ, എപ്പോഴും ഇത് തന്നെയല്ലേ അമ്മ പറയണേ, എന്നിട്ട് സംഭവിക്കണതോ നേരെ തിരിച്ചും. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല, അവളുടെയും അയാളുടെയും ആശ്രിതയായിട്ട് ജീവിക്കാനായിരിക്കും എനിക്ക് യോഗം. എന്തായാലും ഞാൻ അങ്ങനെ ഒരുപാട് കാലം ജീവിക്കുമെന്നൊന്നും അമ്മ വിചാരിക്കണ്ട, അമ്മയുടെ മോനെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും, എനിക്ക് ഇതുപോലെ ഒരു ഭർത്താവ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന്. അത് കേട്ടതും ദുർഗ ചോദിക്കുന്നുണ്ട്, മോളെ എന്തൊക്കെയായി പറയണേ, മോളുടെ വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കുമെന്നാ മോള് പറയണേന്ന് പറയുമ്പോൾ, അതെ അതിനിപ്പോൾ എന്താ, എത്രയോ പെൺകുട്ടികൾ വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കുന്നുണ്ട്, അത് ഇത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിലോട്ട് ചെന്നാൽ എൻ്റെ മുത്തശ്ശിയും എൻ്റെ അച്ഛനും എന്നെ പൊന്നു പോലെ നോക്കും, എൻ്റെ ഒരാഗ്രഹവും ഇന്ന് വരെ നടക്കാതിരുന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയത്, ഇന്ന് വരെ എൻ്റെ ഒരാഗ്രഹവും നടന്നിട്ടില്ല ഉണ്ണിയേട്ടൻ്റെ ഭാര്യ ആയതിനു ശേഷം. അത് കേട്ടതും ദുർഗയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ദുർഗയൊന്നും മിണ്ടണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഏട്ടാ എന്തായാലും സൂക്ഷിക്കണം, ഇത്രയൊക്കെ ചെയ്തവർ നിങ്ങൾ പോണേൻ്റെ പുറകെ ഇനിയും ആളെ വിടുമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം, എന്തായാലും അവരടങ്ങിയിരിക്കുമൊന്നുമില്ല, ഞങ്ങൾ മരിച്ചില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇനി അടുത്ത പ്ലാൻ എത്രയും പെട്ടെന്ന് മേഘനും പ്രതാപനും കൂടി ഒരുക്കും. ആ സമയത്ത് സാഹിർ പറയുന്നുണ്ട്, എന്തായാലും സാറും മഹാലക്ഷ്മിയും നല്ലോണം സൂക്ഷിക്കണം കേട്ടോ എന്ന്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാടിയെന്നും പറഞ്ഞ് മഞ്ജുവിനോടും സാഗറിനോടും യാത്ര പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിനെയും ലേഖനെയാണ്. ലേഖയാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, കണ്ണേട്ടനെയും മഹിയെയും ഇതുവരെ കണ്ടില്ലല്ലോ അനന്തുവേട്ടാ എന്ന് പറയുമ്പം, ഞാൻ വിളിച്ചിരുന്നു, അവർ തോമസ് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മഞ്ജുവിൻ്റെ വീട്ടിലോട്ടാണ് പോയത്, മഞ്ജുവിനെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പം തന്നെ എത്തുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ കണ്ണൻ്റെ കാറ് വരുന്ന സൗണ്ട് കേട്ടതും അനന്തുവും ലേഖയും കൂടി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, നിങ്ങളെന്താ ഇത്രയും വൈകിയെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ തോമസ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് നേരെ മഞ്ജുവിൻ്റെ വീട്ടിൽ പോയി അവളോട് യാത്ര പറഞ്ഞിട്ട് പോരാന്ന് കരുതി, എന്തായാലും നമുക്കെന്നാൽ പുറപ്പെട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട്, നിങ്ങൾ വന്നതല്ലേ, കയറിയിരിക്കുക, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാം, രാവിലെ തന്നെ പോകുന്നത് കൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയം നമ്മളുടെ അനന്തു കണ്ണനോട് ചോദിക്കുന്നുണ്ട്, ആസ്പത്രിയിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ എന്താ കണ്ണ, അവനക്ക് അറിയാലോ നീ നടക്കുമെന്ന്, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പം അതറിയാൻ വേണ്ടിയിട്ട് മാർക്കോയും ലോപ്പസും രാവിലെ തന്നെ ആസ്പത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോകത്ത് നമ്മൾക്കല്ലാതെ ആകെ ഒരാൾക്കേ അറിയുള്ളൂ ഞാൻ എഴുന്നേറ്റ് നടക്കണ വിവരം, അതാ ആസ്പത്രി കിടക്കണവനാ, അതുകൊണ്ട് അവൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് മാർക്കോയും ലോപ്പസും പോയേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് മാർക്കോയും ലോപ്പസിനെയാണ്. മാർക്കോയാണെങ്കിൽ ഫോണെടുത്ത് ഈ മേഘനാഥനെ വിളിക്കുന്നുണ്ട്. മേഘനാഥനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ അത്യാവശ്യമായിട്ട് ആസ്പത്രിയിൽ വരുമെന്ന് വന്നം, ഇവിടെ ബില്ലടിക്കാനൊന്നും ആളില്ലാന്ന്. ആ സമയം മേഘനാഥനാണെങ്കിൽ ആസ്പത്രി കിടക്കുന്നത് ആരാന്ന്
കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മളുടെ മാർക്കോയും ലോപ്പസും വരുന്നുണ്ട്. മാർക്കോയും ലോപ്പസും ആ ഒരു ഗുണ്ടേനെ കണ്ടിട്ട് സംസാരിക്കുമ്പം ആ ഗുണ്ടയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഈ മാർക്കോയ്ക്കും ലോപ്പസിനും മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് ഓർമ്മശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് മാർക്കോയും ലോപ്പസും ഡോക്ടറെ കയറി കാണുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അയാൾക്കിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, അതുപോലെ തന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടു, ഇനി അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് 90% സാധ്യതയില്ല, ഇനി അയാളുടെ ഭാഗ്യത്തിന് എങ്ങാനും തിരിച്ചു വന്നാലേ ഉള്ളൂ എന്ന്. അത് കേട്ടത് മാർക്കോയ്ക്കും ലോപ്പസിനും ഭയങ്കര സമാധാനമാവുന്നുണ്ട്. കാരണം ഇപ്പോൾ കണ്ണൻ സാറ് നടക്കുന്നു തുടങ്ങിയെന്നുള്ള വിവരം ആരും അറിയില്ലല്ലോ എന്ന്. അങ്ങനെ മാർക്കോയും ലോപ്പസും കൂടി വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ അങ്ങോട്ട് വരുന്നത്. മേഘനാഥൻ മാർക്കോയും ലോപ്പസിനെയും കണ്ടതും ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് മാർക്കോ മേഘനെ കണ്ടതും മേഘൻ്റെ അടുത്തേക്ക് നീ എന്താടാ ഇവിടെയെന്ന് ചോദിച്ച് ചെല്ലണതും മേഘൻ ഓടി കാറിൽ കയറാൻ നോക്കണേ. ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.